വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് അയച്ച ദുരാത്മാവ് വീണ്ടും സാവൂളിൻ്റെ മേൽ ആവസിച്ചു. അവൻ കയ്യിലൊരു കുന്തവുമായി കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. സാവൂൾ അവനെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു. അവൻ ഒഴിഞ്ഞുമാറി. കുന്തം ചുമരിൽ തറച്ചു കയറി. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. ദാവീദിൻ്റെ ഭാര്യയായ മിഖാലിൻ്റെ നിർദ്ദേശപ്രകാരം ദാവീദ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് സാമുവേലിൻ്റെ അടുത്തെത്തി. ദാവീദ് സാമുവേലിൻ്റെ അടുത്തുണ്ടെന്നറിഞ്ഞ സാവൂൾ തൻ്റെ ദൂതന്മാരെ ദാവീദിനെ പിടിക്കാൻ നിയോഗിച്ചു. എന്നാൽ അവർ അവിടെ എത്തിയപ്പോൾ സാമുവേലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ പ്രവചിക്കുന്നത് കണ്ടു. ആ ദൂതന്മാരുടെ മേൽ കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. അവരും പ്രവചിച്ചു തുടങ്ങി. ദൂതന്മാരെ കാണാതെ വന്നപ്പോൾ രണ്ടാമതൊരു സംഘത്തെ അവിടത്തേക്ക് അയച്ചു. അവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു. അവരും പ്രവചിക്കാൻ തുടങ്ങി. ഇത് തന്നെ മൂന്നാമത്തെ സംഘത്തിനും സംഭവിച്ചു. അപ്പോൾ സാവൂൾ നേരിട്ട് സാമുവേലിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അവനവിടെ എത്തിയപ്പോൾ സാവൂളും പ്രവചിച്ചു തുടങ്ങി. അത് കണ്ട ദാവീദ് സാമുവേലിൻ്റെ അടുത്തു നിന്നും സാവൂളിൻ്റെ പുത്രനായ ജോനാഥൻ്റെ അടുത്തേക്ക് പോയി തന്നെ കുറച്ചുനാൾ ഒളിവിൽ താമസിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. ജോനാഥൻ ദാവീദിനെ സഹായിച്ചു. സാവൂൾ തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും ദാവീദിനെ കാണാഞ്ഞതിനാൽ അവൻ എവിടെയെന്ന് ജോനാഥനോട് ചോദിച്ചു. ദാവീദ് ബെത്ലഹേമിലേക്ക് പോയതാണെന്ന് ജോനാഥൻ കള്ളം പറഞ്ഞു. സാവൂളിൻ്റെ കോപം ഇരട്ടിച്ചു. സാവൂളിന് ദാവീദിനോടുള്ള കോപം വർദ്ധിച്ചു എന്ന് മനസ്സിലാക്കിയ ജോനാഥൻ ദാവീദിനോട് അവിടം വിട്ടുപോയിക്കൊള്ളാൻ നിർദ്ദേശം നൽകി. ദാവീദ് നോബിൽ പുരോഹിതനായ അഹിമേലെക്കിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. ദാവീദ് അഹിമേലെക്കിനോട് ചോദിച്ചു, അങ്ങയുടെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവ് കൽപ്പിച്ച കാര്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ഞാൻ വാളോ മറ്റായുധങ്ങളോ എടുക്കാൻ വിട്ടുപോയി. പുരോഹിതൻ പറഞ്ഞു, നീ കൊന്ന ഫിലിസ്തീനായ ഗോലിയാത്തിൻ്റെ വാൾ പൊതിഞ്ഞു വച്ചിട്ടുണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. അതിനു തുല്യം മറ്റൊന്നില്ല, അതെനിക്ക് തരിക. 1 സാമുവേൽ 21 8-9 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങൾ ജ്വലിപ്പിക്കണമേ. ആമേൻ.